Next topic, website management. Website management refers to the administration and control of hardware and software used in a website. വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. There are variety of monitoring and analysis tools that report on usage, missing links and files as well as performance, all of which keep a site intact and running smoothly. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മോണിറ്ററിങ് അതുപോലെ തന്നെ അനാലിസിസ് ടൂൾസ് ഉണ്ട്. അതാണ് എന്ത് ചെയ്യണം, നമ്മൾ ആ വെബ്സൈറ്റിനെ കുറിച്ചുള്ള അതിൻ്റെ റിപ്പോർട്ട്, അത് എത്രത്തോളം പേര് യൂസ് ചെയ്യുന്നുണ്ട്, ആ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ആ സൈറ്റിൽ ഏതെങ്കിലും ലിങ്ക് മിസ്സായിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷനും അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. ഇപ്പോൾ നല്ല സൈറ്റാണെങ്കിൽ ഒത്തിരി പേരെ കാണുമല്ലോ, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെ എല്ലാവരും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പലതരത്തിലുള്ള മോണിറ്ററിങ് ഓർ അനാലിസിസ് ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ആ സൈറ്റ് സ്മൂത്തായിട്ട് റൺ ചെയ്തു പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ നെറ്റിൽ പബ്ലിഷ് ചെയ്യണതിനെയാണ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒത്തിരി സോഫ്റ്റ്വെയർസും ഹാർഡ്വെയർസും ആവശ്യമാണ്. അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്നതിനെയാണ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പലതരത്തിലുള്ള ടൂൾസ് ആവശ്യമുണ്ട്. ആ ടൂൾസാണ് നമുക്ക് ആ സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത്. അതായത് നെറ്റിൽ എത്രത്തോളം പേരത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ആ സൈറ്റിൽ ഏതെങ്കിലും ലിങ്ക് മിസ്സായിട്ടുണ്ടോ, അതുപോലെ നമ്മളുടെ സൈറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എല്ലാത്തിനും റിപ്പോർട്ട് തരാൻ വേണ്ടി നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അനാലിസിസ് ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ആ ടൂൾസ് എല്ലാം കൂടിയാണ് നമുക്ക് നമ്മളുടെ സൈറ്റ് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ഇനി പറഞ്ഞാക്കുന്നത് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഫോം ദ ക്രൂസ് ഓഫ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റ്. ഇനി പറഞ്ഞ സ്റ്റെപ്സാണ് ഒരു വെബ്സൈറ്റ് മാനേജ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമ്മൾ തുടങ്ങുന്നത്, അതെങ്ങനെ നമുക്ക് ലോഞ്ച് ചെയ്യാം എന്നുള്ളത് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞാക്കണം. ചൂസിങ് എ വെബ് ഹോസ്റ്റിംഗ് സർവീസ്. ആദ്യം തന്നെ നമ്മളൊരു വെബ് ഹോസ്റ്റിംഗ് സർവീസ് ചൂസ് ചെയ്യണം. There are many web hosting companies on the internet. നമ്മളുടെ ഇൻ്റർനെറ്റിൽ ഒരുപാട് വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെൻറ്റ് ദ യൂസർ ആർ ഏബിൾ ടു സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. അപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ടൈപ്സ് ഓഫ് വെബ് സ്പേസ് ദാറ്റ് ദ യൂസർ റിക്വയർസ്. യൂസറിന് ആവശ്യമുള്ള വെബ് സ്പേസ് ഫ്രീ വെബ് സ്പേസ് ആകാം, ഷെയർഡ് ഹോസ്റ്റിംഗ് ആകാം, ഡെഡിക്കേറ്റഡ് സെർവർ ആകാം. ഇപ്പോൾ ഒരു ഡൗട്ട് വരും, എന്താണ് വെബ് സ്പേസ് എന്ന്. വെബ് സ്പേസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈറ്റ് എടുക്കണം, എക്സാമ്പിൾ ആമസോണിൻ്റെ സൈറ്റ് എടുക്കണം. നമ്മൾ എന്ത് ചെയ്യുക, ക്രോം ഓപ്പൺ ചെയ്തിട്ട് ആമസോണിന് അടിച്ചു കൊടുത്തു. ഇപ്പോൾ ആമസോണിൻ്റെ സൈറ്റ് അപ്പോൾ തന്നെ വരികയാണ്. ഈ ആമസോൺ എന്നുള്ളത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ ഉള്ളതല്ലല്ലോ, അത് ഏതെങ്കിലും ഒരു സെർവറിലായിരിക്കും കിടക്കുന്നത്. ആ സെർവറിൽ നിന്നാണ് ആ പേജ് ലോഡ് ചെയ്ത് വന്നത്. അപ്പോൾ ആ സെർവറിൽ കിടക്കുന്നത് കാരണം അപ്പോൾ ആ സെർവറിനെയാണ് എന്ത് പറയുന്നത്, ആ സെർവറിലെ സ്പേസിനെയാണ് എന്ത് പറയുന്നത്, വെബ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സ്പേസ് ഉണ്ട്. ഫ്രീ വെബ് സ്പേസ് ഉണ്ട്, ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് സെർവർ ഉണ്ട്. If it is an e-commerce site, the user will need more security. അപ്പോൾ ഒരു e-commerce സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ മിന്ത്ര പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ ഒരു e-commerce സൈറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി ആവശ്യമുണ്ട്. കാരണം ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ നടത്തണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീ വെബ് സ്പേസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഡെഡിക്കേറ്റഡ് സെർവർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ട് കോസ്റ്റ് കൂടുന്നു. ഡിസ്ക് സ്പേസ്, ഇമെയിൽ സർവീസ് അഡീഷണൽ ഫീച്ചേഴ്സ്. അതല്ലാണ്ട് ഡിസ്ക് സ്പേസും ഇമെയിൽ സർവീസൊക്കെ തരുന്നുണ്ട്, അതൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊരു വെബ് ഹോസ്റ്റിംഗ് കമ്പനി ചൂസ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ലോഞ്ചിങ് യുവർ വെബ്സൈറ്റ്. യൂഷ്വലി വെൻ യു ജോയിൻ എ ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് പ്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 എണ്ണത്തിൽ ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് പ്ലാനാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ദ ഹോസ്റ്റിംഗ് കമ്പനി ഗീവ്സ് യു എ നമ്പർ ഓഫ് ഫെസിലിറ്റി. ഹോസ്റ്റിംഗ് കമ്പനി നമുക്ക് ഒരുപാട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, സച്ച് ആസ് വെബ് ബേസ്ഡ് കൺട്രോൾ പാനൽ. ഒരു വെബ് ബേസ്ഡ് കൺട്രോൾ പാനൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് തന്നത്, ഫോർ മാനേജിങ് യുവർ സൈറ്റ്. നമ്മളുടെ സൈറ്റിനെ മാനേജ് ചെയ്യാനൊരു വെബ് ബേസ്ഡ് കൺട്രോൾ പാനൽ പ്രൊവൈഡ് ചെയ്യുന്നു. സം യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇമെയിൽ അക്കൗണ്ട്സ്. നിയർലി ഓൾ ദ വെബ് ഹോസ്റ്റിംഗ് പ്ലാൻസ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഏത് വെബ് ഹോസ്റ്റിംഗ് പ്ലാനാണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇനി പറയുന്ന 2 കാര്യങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വെബ് സ്പേസ്, രണ്ടാമത്തേത് FTP ആക്സസ്.
ഇനി എന്താണ് വെബ് സ്പേസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടൈപ്പ് ഓഫ് വെബ് സ്പേസ് പഠിച്ചു. 3 വെബ് സ്പേസാണ്: ഫ്രീ വെബ് സ്പേസ്, ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് സെർവർ. ഇനി എന്താണ് വെബ് സ്പേസ് എന്ന് കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരുകയാണ്. ദിസ് ഈസ് ആൻ ഏരിയ ഓഫ് വെബ് സെർവർ ഹാർഡ് ഡ്രൈവ്. അതായത് വെബ് സെർവറിൻ്റെ ഹാർഡ് ഡ്രൈവിലുള്ള ഏരിയനെ ആണ് എന്ത് പറയുന്നത്, വെബ് സ്പേസ് എന്ന് പറയുന്നത്. ദാറ്റ് സൂസ് യുവർ വെബ്സൈറ്റ് ഫയൽസ് സച്ച് ആസ് വെബ് പേജസ് ആൻഡ് ഇമേജ്. അതിനകത്താണ് നമ്മൾ എന്താണ് നമ്മളുടെ വെബ്സൈറ്റിലെ ഫയൽസും അതുപോലെ തന്നെ ഇമേജ് എല്ലാവരും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ആ എന്താണ് വെബ് സ്പേസിലാണ്. ഇനി FTP access. This allows you to use file transfer protocol program to upload your website files into the web space. അപ്പോൾ ഈ FTP വെച്ചിട്ടാണ്, ഈ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ പ്രോഗ്രാം വെച്ചിട്ടാണ് നമ്മളുടെ വെബ്സൈറ്റിലെ ഫയലുകൾ വെബ് സ്പേസിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പം എക്സാമ്പിൾ ഒരു ചെറിയ സൈറ്റ് ഉണ്ടാക്കി നമ്മുടെ കോളേജിൻ്റെ സൈറ്റ്, അത്യാവശ്യം എന്താണ് കുറച്ച് കോളേജിൻ്റെ ഇമേജും അതുപോലെ തന്നെ ഒരു 3 പേജൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ എന്താണ് അത്യാവശ്യമുള്ള ആ ഇമേജുകളും അതുപോലെ തന്നെ എന്താണ് ആ പേജും ആ നോട്ട് പാഡ് ഇപ്പോൾ .html എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതെല്ലാവരും എവിടെ കൊണ്ടുപോയി ഇടണം, ഈ വെബ് സ്പേസിൽ, അത് നമ്മളുടെ സെർവറിലെ എന്താണ് ഹാർഡ് ഡ്രൈവിൽ ഈ വെബ് സ്പേസിൽ കൊണ്ടുപോയി ഇട്ടാൽ മാത്രമേ നമുക്ക് എന്താണ് നെറ്റിൽ പോയി നമ്മൾ ആ സൈറ്റ് അഡ്രസ്സ് അടിച്ച് കൊടുക്കുമ്പോൾ അത് ലോഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സെർവറിലെ ഹാർഡ് ഡ്രൈവിലെ സ്പേസിനെയാണ് വെബ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി FTP എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രോട്ടോക്കോളാണ്. അത് വെച്ചിട്ടാണ് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്താക്കണ ഈ ഓരോരോ പ്രോഗ്രാംസിൽ, അതായത് നമ്മളുടെ ഈ സൈറ്റിന് ആവശ്യമുള്ള ഓരോ ഇമേജും ഓരോ പ്രോഗ്രാംസൊക്കെ നമ്മൾ ആ സെർവറിലേക്ക്, അതായത് ആ വെബ് സ്പേസിലേക്ക് അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് FTP എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഫുൾ ഫോമിൽ തന്നെ അറിയാം നമുക്ക്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് ഫയലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഗ്രാം. അത് വെച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിലെ ഫയലുകളെല്ലാം വെബ് സ്പേസിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇനി സെറ്റിംഗ് അപ്പ് എ ഡൊമെയിൻ നെയിം. ഇനി നമ്മളുടെ സൈറ്റിന് ഒരു പേര് കൊടുക്കണം. അത് എങ്ങനെയാണ് പേര് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ഡൊമെയിൻ നെയിം ഈസ് എ യൂണിക് നെയിം ദാറ്റ് ഐഡൻറ്റിഫൈ എ വെബ്സൈറ്റ് ഓർ കമ്പ്യൂട്ടർ ഓൺ ദ ഇൻ്റർനെറ്റ്. ഡൊമെയിൻ നെയിം എന്ന് വെച്ചാൽ യൂണിക് നെയിമാണ്, റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അതാണ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെയോ, ഇൻ്റർനെറ്റിലുള്ള ഒരു വെബ്സൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെയോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമിനെയാണ് ഡൊമെയിൻ നെയിം എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും റിപ്പീറ്റേഷൻ ഉണ്ടാകില്ല. ഡൊമെയിൻ നെയിം എന്നൊക്കെ പറഞ്ഞാൽ 1 വേർഡ് ചോദിക്കാറുണ്ട്. ഫൈൻഡ് ദ ഡൊമെയിൻ നെയിം ഇസ് ദ ബെസ്റ്റ് സ്യൂട്ട് യു ആൻഡ് ഗെറ്റ് ഇറ്റ്സ് രജിസ്റ്റേർഡ് വിത്ത് രജിസ്റ്റർ ദ ഡൊമെയിൻ നെയിംസ്. അപ്പോൾ ആദ്യം നമ്മളൊരു നല്ലൊരു ഡൊമെയിൻ നെയിം കണ്ടെത്തും. അപ്പോൾ ഡൊമെയിൻ നെയിം കണ്ടെത്തുമ്പോൾ കാര്യങ്ങളുണ്ട്. ഒത്തിരി വലിയ പേരുകളൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് ഓർത്തിരിക്കുന്ന പേരുകൾ, സിമ്പിളായിട്ടുള്ള പേരുകൾ. അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ എന്ത് സൈറ്റാണോ ചെയ്യണത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയൊരു ഡൊമെയിൻ നെയിം ക്രിയേറ്റ് ചെയ്യാം. അത് എന്ത് ചെയ്യാം, നമുക്ക് രജിസ്ട്രേഷൻ ഫീ കൊടുത്തിട്ട് ആ ഡൊമെയിൻ നെയിം നമ്മൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി അപ്ലോഡിങ് യുവർ വെബ്സൈറ്റ്, നമ്മളുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാൻ പോകണം. ഫൈൻഡ് index.html ഹോം പേജ് ഫയൽ ഓൺ യുവർ ഹാർഡ് ഡിസ്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് പേജിന് index.html എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ആ index.html എന്നുള്ള ഫയൽ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ഓപ്പൺ ദ FTP പ്രോഗ്രാം, നമ്മളുടെ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുള്ള പ്രോഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ആൻഡ് യൂസ് ഇറ്റ് ടു കണക്ട് ദ സൈറ്റ്. FTP വെച്ചിട്ട് സൈറ്റിലേക്ക് കണക്ട് ചെയ്യുക. അപ്ലോഡ് യുവർ ഹോം പേജ്. ആദ്യം തന്നെ 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഹോം പേജ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാക്കണം. ടെസ്റ്റ് ദ പേജിന് ടെസ്റ്റ് ചെയ്യുക, അതായത് വെബ് സ്പേസിൽ എത്തിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞാക്കുന്നത്. ഓപ്പൺ യുവർ വെബ് ബ്രൗസർ, ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട്, നമ്മുടെ സിസ്റ്റത്തിലുള്ള വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഗോ ഇൻ ടു ദ URL ഓഫ് യുവർ വെബ്സൈറ്റ്, അതായത് www എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ കൊടുത്ത ഡൊമെയിൻ നെയിം അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. ആ സൈറ്റിൻ്റെ ആ ഫസ്റ്റ് പേജ് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, ആ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാൻ ആദ്യം തന്നെ ആ ഫസ്റ്റ് index.html എന്നുള്ള പ്രോഗ്രാം നമ്മൾ എടുത്തിട്ട് നമ്മളുടെ FTP പ്രോഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഫസ്റ്റ് ഇൻഡെക്സ് എന്നുള്ള പ്രോഗ്രാം നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യണത് ഏതെങ്കിലും ഒരു ബ്രൗസർ എടുത്തിട്ട് ആ ഡൊമെയിൻ നെയിം അടിച്ചു കൊടുക്കുക. ഇനി മെയിൻ്റനൻസ്. വൺസ് യുവർ വെബ്സൈറ്റ് ഈസ് ഫങ്ഷണൽ യു മേ ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഫോളോയിങ്. ഒരു പ്രാവശ്യം നമ്മളുടെ സൈറ്റ് ഫങ്ഷണൽ ആയി കഴിഞ്ഞാൽ ഇനി വരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മൂവിങ് ദ വെബ്സൈറ്റ് ടു എ ന്യൂ സെർവർ. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു
സൈറ്റാണ് ഉണ്ടാക്കിയത്, ഒരു ഇ-കോമേഴ്സ് സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ എന്താണ്, ഒത്തിരി പേര് അതിനകത്ത് ഓരോരോ സാധനങ്ങളൊക്കെ പർച്ചേസ് നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് തോന്നിയാണ് ഒരു നല്ലൊരു സെർവറിലേക്ക് മാറാം, കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെർവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത് എന്താണ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. അതും ഒരു മെയിൻ്റനൻസിൽ വരും. മൂവിങ് എ വെബ്സൈറ്റ് ഇൻ ടു ന്യൂ സെർവർ, ചൂസിങ് ആൻ ഇമെയിൽ ന്യൂസ് ലെറ്റർ സിസ്റ്റം, അതുപോലെ തന്നെ ഒരു ഇമെയിൽ ന്യൂസ് ലെറ്റർ സിസ്റ്റം സെലക്ട് ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു മെയിൻ്റനൻസിൽ വരും. ട്രാൻസ്ഫർ ദ ഡൊമൈൻ നെയിം ബിറ്റ്വീൻ രജിസ്ട്രാർസ്, അത് ഒരു രജിസ്ട്രേഷനിൽ നിന്ന് വേറെ രജിസ്ട്രേഷനിലേക്ക് ഡൊമൈൻ നെയിം ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് അതും എന്താണ് ഒരു മെയിൻ്റനൻസിൽ വരാവുന്നതാണെന്ന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ജസ്റ്റ് ഒരു പേജ് മാത്രമേ ഉള്ളൂ. എസ് ആയിട്ടൊന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് ഒന്നും കളയാനില്ല, മൊത്തത്തിൽ തന്നെ അത് പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറും സോഫ്റ്റ്വെയർസും എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം എന്നാണ് വെബ്സൈറ്റ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. പലതരത്തിലുള്ള മോണിറ്ററിങ് ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു വെബ് ഹോസ്റ്റിംഗ് സർവീസ് ചൂസ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത് അത് ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ലോഞ്ച് ചെയ്യണതിൽ മെയിനായിട്ട് 2 പോയിൻ്റാണ്, വെബ് സ്പേസും FTP. വെബ് സ്പേസ് എന്ന് വെച്ചാൽ സെർവറിലെ ഹാർഡ് ഡ്രൈവിലെ സ്പേസിനെ വെബ് സ്പേസ് എന്ന് പറയാം. 3 തരത്തിലുള്ള വെബ് സ്പേസ് ഉണ്ട്. ഇതാണ് ഫ്രീ വെബ് സ്പേസ്, ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് സെർവർ. FTP എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോക്കോളാണ്, ഫയൽ ട്രാൻസ്ഫർ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ സിസ്റ്റത്തിൽ നിന്ന് ഫയൽസും ഇമേജസും നമ്മളുടെ ആ വെബ് സ്പേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തേത് ഒരു ഡൊമൈൻ നെയിം നമ്മൾ സെറ്റ് ചെയ്യുക. ഡൊമൈൻ നെയിം എന്ന് വെച്ചാൽ യുണീക്ക് ആയിട്ടുള്ള നെയിം ആയിരിക്കും. അതായിരിക്കും ഇൻ്റർനെറ്റിലെ ഓരോ കമ്പ്യൂട്ടറിനെ ആയാലും വെബ്സൈറ്റിനെ ആയാലും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെയിമാണ് ഡൊമൈൻ നെയിം. ഒരിക്കലും റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഡൊമൈൻ നെയിം കണ്ടെത്തുക, അത് രജിസ്ട്രേഷൻ ഫീ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മളുടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ index.html എന്നുള്ള ഫസ്റ്റ് പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് FTP ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക. ദെൻ ടെസ്റ്റ് ചെയ്യുക. മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ എന്താണ്, ന്യൂസ് സെർവറിലേക്ക് മാറ്റുക എന്നുള്ളത് ഒരു മെയിൻ്റനൻസ്. ദെൻ ഇമെയിൽ ന്യൂസ് ലെറ്റർ സിസ്റ്റം സെലക്ട് ചെയ്യുക എന്നുള്ളത് മെയിൻ്റനൻസിൽ വരുന്നതാണ്.